ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നും സക്സസ് ആകുന്ന വ്ളോഗ് കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമൻ്റെ റെസിപ്പീസും കേക്ക് വ്ളോഗും അതുപോലെ തന്നെ ഞാൻ പരീക്ഷണങ്ങൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡേയും കൂടിയാണ്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഷെയർ ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കാണാം, കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട, ഒരു അര ടീസ്പൂണ് വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്ട്രോബെറി കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതവിടെ കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവനിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് 1/2 kg ആണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള കേക്കാണ്. നമ്മുടെ നെയ്ബറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അങ്ങനെ ഇതവിടെ സ്പഞ്ചൊക്കെ നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് അപ്പോൾ കാലത്ത് കൊടുക്കേണ്ട കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ഒരു 7 മണിക്കാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് കൊടുത്തിട്ട് വേണം കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇന്നൊരു സ്കൂളിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച് നല്ല അരച്ചെടുത്തിട്ടുള്ള പഴം കൂടി ഇട്ടെടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതവിടെ ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഞാൻ ഇടിയപ്പം കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. പെട്ടെന്ന് തന്നെ പണി ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഓയിലും കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ സേവനാഴി എടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കാലത്ത് തന്നെ കുട്ടികൾക്ക് സ്കൂളിലെ ദിവസമായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പഴമൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ, നേന്ത്രപ്പഴം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഈ പഴത്തിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇടിയപ്പം ഒരു സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇത് ഞാൻ വാട്ടിയത് കറക്റ്റായില്ലയോ എന്താ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തവരുണ്ട്, നല്ല സക്സസ് ആയവരുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് സെറ്റായില്ല വന്നിട്ട് ഒരു ആവിത്തട്ടിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിൽ ഇതുപോലെ നമ്മൾ കുഴക്കട്ടയ്ക്ക് ആക്കില്ലേ, ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയാൽ രണ്ടും ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. രണ്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ. രാവിലെ എണീച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഇവിടെ ആകെ മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കിയത് മൊത്തം എന്താ പറയുക, ഒരു ബലം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സോഫ്റ്റ്നെസ്സേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഒരു ടെൻഷനായിരുന്നു കേട്ടോ. കുട്ടികൾ ഫുഡ് കഴിക്കാണ്ട് പോയപ്പോൾ ആകെ ഒരു വായി തന്നെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. എങ്കിലും കുട്ടികൾക്ക് ഫുഡ് നേരവണ്ണം കൊടുക്കാണ്ടിരുന്നപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാവ് കളയണ്ടാലോ വന്നിട്ട് ഇതുപോലെ ഇല വെച്ചിട്ട് വാഴൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. എന്നിട്ട് അതിൽ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ വന്നിട്ട്. അങ്ങനെ അമ്മ അതവിടെ ആവി കയറ്റി എടുക്കണത്. അപ്പോൾ കാലത്ത് നല്ല തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ ഈ വഴിക്ക് തിന്നില്ല കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഇലയുടെയും കാര്യങ്ങളൊക്കെ ഉമ്മയാണ് കേട്ടോ പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നല്ലേ ഇന്ന് കാലത്ത് എല്ലാവർക്കുള്ള ഫുഡ് ഇന്ന് ഇലയുടെയിലാണ് കേട്ടോ ഒതുക്കിയിട്ടുള്ളത്. എനിക്കെന്തോ ഇന്നത്തെ ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഇലയുടെ കഴിക്കാൻ എന്തോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ മധുരം കാര്യങ്ങൾ കഴിക്കാനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആളാട്ടോ ഞാൻ. അങ്ങനെ ഫുഡ് കഴിക്കൽ അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കറിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊന്നും ഷെയർ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ബീഫ് കുറുമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതവിടെ അതിനുള്ള ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 സവോള ഉണ്ട് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാൻ ഇത് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലോഡ് ആക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇതവിടെ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സോട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലധികം മുളക് പൊടി കാര്യങ്ങളൊന്നും യൂസ് ആക്കണില്ല. പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാല, മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഓൾറെഡി ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുള്ളത് ബീഫ്. അത് അതിൻ്റെ വിസിലൊക്കെ എയറൊക്കെ ഒന്ന് പോകണമല്ലോ, അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തക്കാളിയും കൂടി സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തോടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പൊട്ടറ്റോയും കൂടി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നല്ലേ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, ബീഫിൽ ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നല്ലേ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രത്തോളം കമൻറ്റ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷനും കാര്യങ്ങളും എല്ലാം ഇതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതവിടെ ഞാനിതിലേക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒന്ന് വറുത്തരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ലാസ്റ്റ് ടൈമിൽ ഇനി ഇതിൽ കുറച്ചൊരു വറവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. കാണാനേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കളറ് കാണാൻ. കാണാനും മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുറുമ ആയിരുന്നു കേട്ടോ. നമുക്കിത് നെയ്ച്ചോറിന് അതുപോലെ പൂരി അങ്ങനെ എല്ലാ ഐറ്റംസിനും ഇത് സൂട്ടാവും കേട്ടോ നമുക്ക് ഈ കറി. അങ്ങനെ ഇതവിടെ താളിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വെച്ചിട്ടുള്ളൂ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല തിക്കാവും കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നല്ല തിക്കിലാക്കേണ്ട വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.